ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മീനുകൂടാ, എന്തോ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി കേട്ടോ. എന്തിനാ? കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ടെൻഷൻ അടിക്കുന്നു. ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ എത്തിയപ്പോഴേ അതെ, ഇതുവരെ ഇല്ലാത്ത പോലെ കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു പേടി. അത് അവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോ ഇനി നേരെ നമ്മുടെ സെമി ഫൈനൽ ഫിനാലെ ആണല്ലോ. പറയുന്ന സമയത്ത് വേഗം നങ്ങായി. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ മാറും, പ്രോമിസ്. രാഘു ഇപ്പൊ ഒരു ഉഗ്രൻ മോട്ടിവേഷൻ കൊടുത്തിരിക്കുകയാണ്. അതിനൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അടുത്തത് നമ്മുടെ ജോൺസൺ മാഷിന്റെ നല്ലൊരു മെലഡി സോങ്ങുമായിട്ട് ക്വാർട്ടർ ഫൈനൽ വേദിയിൽ ആദ്യത്തെ പെർഫോമൻസുമായിട്ട് മൈഥിലി കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. മൈഥിലി എങ്ങനെയുണ്ടത്? നല്ല പാട്ട്. നല്ല പാട്ടാ. ഇത് മൈഥുവിനെ കുറിച്ചുള്ള പാട്ടല്ലേ? ആ, അത് ഭയങ്കര രസം. എന്താ വെച്ചാ മൈഥു അങ്ങനെയാണല്ലോ. മൈഥുവിന്റെ ശബ്ദം, മൈഥുവിന്റെ ഈ മെലഡിക് റെസൊണൻസ്, ഇതെല്ലാം എന്ത് രസമാണ് ഇത്ര പാട്ടുകളിലൂടെ അല്ലേ? അപ്പൊ ഇതുപോലൊരു തീമല്ലേ വേണ്ടതല്ലേ? യെസ്. ആ, അപ്പൊ അത് ഭയങ്കര രസകരമായിട്ട് ഒരു കാറ്റ് പോലെ പറന്നു വരികയല്ലേ നമ്മുടെ മൈഥുവിന്റെ ജീവിതം ധന്യമായി. ധന്യയുടെ ജീവിതം മൈഥിലിയായി. അതാണോ ഇത്? അയ്യോ, തുടങ്ങി വീണുട്ടാ. ക്വാർട്ടർ ഫൈനലിന്റെ കാര്യാക്കണ്ട. ഡ്യൂ ടു ഓവർ സ്ട്രെസ് കവിത കൊട്ടാൻ തുടങ്ങി. മൈഥു എന്തോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, നല്ലതാണ്. അല്ല, കുഴപ്പമില്ലാത്തവരൊന്നും നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ കയറ്റാറില്ല. നല്ലതാ. അതും പോരാ, സൂപ്പറാ, ഗംഭീരാണോ? ഓക്കെ, അടിപൊളിയാ. അങ്ങനെ വരട്ടെ. എന്ത് പറഞ്ഞു എല്ലാരും ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ട്? എല്ലാവർക്കും സന്തോഷം. എന്താ, എല്ലാരും പറയും നന്നായിട്ട് ഇനിയും പാടണം, ഫൈനൽ വരെ നിക്കാൻ പറ്റണം എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. സംശയമുണ്ടോ? ചെറുതായിട്ട്. സംശയിക്കാൻ പാടില്ല. ഡൗട്ടിങ് തോമസ് ആവരുത് കേട്ടോ. അതൊരിക്കലും ഡൗട്ട് എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പാടില്ല കേട്ടോ. ഒരു സംശയമില്ല. ഫൈനൽ എത്തും. ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചോ, നമുക്ക് പ്രൈസസ് അല്ലെങ്കിൽ ടൈറ്റിൽസ് കിട്ടുമ്പോൾ അത് നമുക്ക് അലമാറയിൽ ഇങ്ങനെ എടുത്ത് വെക്കാം. പക്ഷെ പാട്ടിനെ സ്നേഹിച്ച ഒരു ജീവിതം നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ഒരു ലൈഫ്, അത് ഗംഭീരമായിരിക്കും. അത് മ്യൂസിക് പോലെ അത്രയും നല്ല ലൈഫായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതെപ്പോഴും മനസ്സിൽ വെച്ചോ. മാത്രല്ല, ഇത്രയും സോങ്സ് ഇവിടെ പഠിച്ച് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അസറ്റ്. അത് ഭാവിയിലേക്ക് എവിടെ വേണമെങ്കിലും ധൈര്യത്തോടെ പാട്ട് പെർഫോം ചെയ്യാനും ആൾക്കാരുടെ കയ്യടി വാങ്ങിക്കാനും വേറെ എന്ത് വേണം? ഇറ്റ്സ് എ ലെസൺ, ഹ്യൂജ് ലെസൺ, ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ് അല്ലേ? അതെ. അപ്പൊ ഒരു നിലാവ് പോലെ ഉള്ള ഒരു പെൺകുട്ടിയാണല്ലോ. ഇന്നത്തെ പാട്ട് ഏതാണ്? പിന്നിലാവിൻ പൂവിടർന്നു. ആ, പൂവിടർന്നു പൊൻവസന്തം. നോക്കി നിന്നു. നോക്കി നിന്നു. നല്ല ആവശ്യമുണ്ടോ നോക്കി നിന്നിട്ട്? ആവശ്യം കാണും. അപ്പൊ എന്ത് സംഭവിച്ചു അത് കഴിഞ്ഞപ്പോ? ശാരദേന്ദുമുഖി ഇന്നൻ പ്രേമ സായുജ്യം. ഇതിന്റെ അർത്ഥം എന്താ? ശാരദേന്ദുമുഖി എന്റെ പ്രേമ, ഇതിന്റെ അർത്ഥം എന്താ? അതൊരു പ്രത്യേക ടോണില്. അതിന്റെ അർത്ഥം എന്താ? ശാരദേന്ദു എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ ഇന്ദു. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ശരത്കാലത്തെ ചന്ദ്രന്റെ പോലെയുള്ള മുഖമുള്ളവൾ. ആ കുട്ടിയെ പറ്റി പറയാണ്. ഇന്നാണ് എനിക്ക് സായുജ്യം അണഞ്ഞത്, പ്രേമം കാരണം എന്നാണ് അതിൽ പറയണേ. കൂടുതൽ അർത്ഥതലങ്ങൾ തേടേണ്ടത് ആവശ്യമില്ല. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഇന്ന് ഞങ്ങൾ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷിന്റെ പാട്ട്, അതിനു വേണ്ടി ആ ആംബിയൻസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, വേണമെങ്കിൽ വേണ്ടവർക്ക് ആഡോണായി മിച്ചർ കൊടുക്കാം. ഓക്കെ, അന്തസ് അതും കൂടെ വേണം. അതെ. അപ്പൊ മൈഥിലി കുട്ടിയുടെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ മൈഥുവിന് വോട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. All the best. Thank you.
മൈഥിലി കുഞ്ഞെ, സുഖം, സുഖകരം, ശാന്തം, പ്രശാന്തം, അങ്ങനെ തോന്നി പാട്ട് പാടിയപ്പോ കേട്ടോ. പല വരികളും വളരെയധികം ലിറിക്കലാണ്. ആ ലിറിക്കൽ ഭാവങ്ങളുടെ കൂടി തന്നെ മ്യൂസിക്കൽ ഭാവങ്ങളും മോഡുലേഷൻസും അത്യാവശ്യം ഡൈനമിക്സും വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള നല്ല ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിനൊരു അപ്ലോസ് കൊടുക്കാൻ നമുക്ക്. എനിക്ക് ഫസ്റ്റ് പല്ലവിയില്ലേ, അത് ഹാർമോണിയത്തിന്റെ കൂടെ കേട്ടപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു അനുഭൂതി കിട്ടിയേട്ടാ. മൈഥുവിന്റെ ശബ്ദവും ഹാർമോണിയവും തമ്മിൽ കല്യാണം കഴിച്ച പോലെ ഉണ്ടായിരുന്നു. ആ, രണ്ടുപേരും കൂടെ ഒന്നുകൂടെ ഒന്ന് കല്യാണം കഴിക്കാമോ? ഇത്ര കേട്ടിരുന്നെങ്കിൽ ജോൺ സൈഡൊന്നും ഇഷ്ടപ്പെട്ടേനാടാ. അത് നല്ലൊരു ബ്ലെൻഡ് ഉണ്ടായിരുന്നു. വെരി ഹാർമോണിയസ് ബ്ലെൻഡ് വിത്ത് ഹാർമോണിയം. അത് ഒരു പ്രത്യേക കഴിവായിട്ട് ഞാൻ കാണുന്നു. ചില വോയിസസിനാണ് അങ്ങനെ സാധിക്കുന്നത്. എല്ലാ വോയിസും ഹാർമോണിയത്തിനൂടെ വരുമ്പോഴത്തേക്ക് സുഖമല്ല. പറഞ്ഞു മനസ്സിലായി. അത് നല്ല ലൂസിഡ് ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പെർഫോമൻസിൽ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടെന്നീസ് കാണാറുണ്ടോ? ടെന്നീസ് കളി കാണാറുണ്ടോ? ഇല്ല. ടെന്നീസിൽ പറയും അൺഫോഴ്സ്ഡ് എറർ എന്ന് പറയും. അതായത് ആരും ഫോഴ്സ് ചെയ്യുന്നതല്ല, ഫോഴ്സ് ചെയ്യാതെ തന്നെ ഒരു എറർ വരുന്നത്. അത് വരേണ്ടതല്ല, പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് അത് ഹാപ്പൻ ചെയ്യുന്നുള്ള അങ്ങനെ ചില ചെറിയ എററുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത്. കോഴ്സ് ട്യൂണിംഗ് ഉണ്ട്, ഫൈൻ ട്യൂണിംഗ് ഉണ്ട്. ഈ ഫൈൻ ട്യൂണിങ്ങിൽ നമ്മൾ റൈറ്റ് ആയിരിക്കണം. കാരണം എന്താണ് ഇത്, എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ക്വാർട്ടർ ഫൈനൽ. അടുത്ത എന്താണ്? സെമി ഫൈനൽ. അത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ. അപ്പൊ റോഡ് അങ്ങോട്ട് അല്ലെ, ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ് അല്ലേ. ഇത്രയും നാൾ നമ്മൾ കളിയൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തൊക്കെ ഇതുവരെ എത്തി അല്ലേ. ഇനിയിപ്പോ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ പിടിച്ചേ പറ്റൂ അല്ലേ. അപ്പൊ അതിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ചില സംഗതികളുടെ എക്സ്പ്രഷനാണ്. അതായത് നിന്നെ വരവേൽക്കാൻ, അത് സ്ലോ ആയിട്ട് പാടൂ. ആ, ഇപ്പൊ ഇത് കിട്ടിയില്ലേ? സ്ലോ ആയിട്ട് പാടിയപ്പോ കിട്ടിയില്ലേ? അത് തന്നെ കുറച്ചും കൂടെ സ്പീഡിൽ ആ സംഗതി കിട്ടണം. ആ, പിന്നെ എന്തൊരു ഉന്മാദം, നിരിസനിത. ആ, അതിന്റെ ക്ലാരിറ്റിയും കുറവായിരുന്നു. ആ നോട്ട്സ് ഏതെന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ നോട്ട്സ് പാടുന്നതിൽ കാര്യമില്ല. പക്ഷെ സെക്കൻഡ് ചരണത്തിൽ വന്നപ്പോഴത്തേ അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. പിന്നെ കൊണ്ടുപോകാം നിന്നെയൻ, ഇങ്ങനെ പാടണ്ടായിരുന്നു അപ്പോഴും. ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ആദ്യം ഹാർമോണിയത്തിനോട് പാടിയ പോലെ അത്രയും മെലഡീസ് ആയിരുന്നു കേട്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക്, അൺഫോഴ്സ്ഡ് എറർ. അത് ഫോഴ്സ് ചെയ്യപ്പെട്ടതല്ല, അത് എങ്ങനെയോ ഉണ്ടായി വന്നതാണ്. അത്തരം എററുകൾ നമുക്ക് വരാൻ പാടില്ല പാട്ട് മൊത്തം പാടുമ്പോഴത്തേക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം എന്ന് പാടിയത് ഉഗ്രനായിരുന്നു കേട്ടോ. ആ, ഭയങ്കര ഫീലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി ആ ചെറിയ പ്രശ്നങ്ങൾ ഈ മൊത്തം പെർഫോമൻസിനെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് ബാധിക്കാൻ പാടില്ല. അപ്പൊ ഒന്നുകൂടെ അത് ശ്രദ്ധിക്കണം കേട്ടോ. മൈഥിലി കുട്ടി, എന്തോ നല്ല ബ്യൂട്ടിഫുൾ വോയിസ്, നല്ല സുന്ദരമായ ശബ്ദം, വളരെ ഇതുപോലത്തെ മെലഡീസ്, ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
സോങ്സ് പാടാൻ പറ്റിയ ശബ്ദം. അത് എനിക്ക് ഈ ക്വാർട്ടർ ഫൈനലിൽ എത്തുമ്പം തിരിച്ച് പഴയ ശബ്ദം ഓർമ്മ വരിക. കുറച്ചൊരു എയറി, ഒരു ബ്രെത്തി ആയിട്ടുള്ള ആ ഒരു സ്ക്രാച്ചസ് ഉള്ള ഒരു ശബ്ദത്തിൽ നിന്ന് മാറിയിട്ട് ആ ശബ്ദം എത്ര ഇവോൾവ് ചെയ്തു എന്നുള്ളത് ആലോചിക്കുകയായിരുന്നു ഞാൻ. മൈഥിലി കുട്ടിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഭാഗങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. എനിക്കും താമസിക്കാൻ തീർത്തു ഞാൻ, രാസകിളി മന്ദിരം നല്ല ഉഗ്രനായിട്ട്. ഇത് മെയിൻ ആയിട്ട് നോട്ട്സിന്റെ ക്ലാരിറ്റിയാണ്, എസ്പെഷ്യലി എൻഡുകളിൽ വരുന്ന വരികളുടെ എൻഡിൽ വരുന്ന നോട്ട്സിനാണ് കുറച്ച് ക്ലാരിറ്റി കുറവ് എന്ന് തോന്നിയത് കേട്ടോ. ആ ലാൻഡിങ്ങിന്റെ അവിടെ ചെറിയ ഐദർ ഒരു പിച്ച് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലാൻഡിങ് ക്ലാരിറ്റി കുറവ് ഏതെങ്കിലും ഒന്ന് അവിടെ ഉണ്ടാവുന്ന പോലെ. അപ്പോ ഓമലെ നിന്നെ വരവേൽക്കാൻ പറഞ്ഞു. പിന്നെ എവിടെ നിന്ന് നൂപുരത്തിന്റെ എൻഡിലൊരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. എന്തൊരു ഉന്മാദം. അതുപോലെ ചരണത്തിലും ഇതേ ഒരു പാറ്റേണിൽ തന്നെയായിരുന്നു അതിന്റെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടുമാണ് മെയിനായിട്ട് ശ്രദ്ധിച്ചത്. പിന്നെ അതുപോലെ ഫസ്റ്റ് അകാരം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു പിച്ച് ഇഷ്യൂയും കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് മൈഥിലിക്കുട്ടിയുടെ പെർഫോമൻസിൽ ഇന്ന് കണ്ടത്. പക്ഷെ ഓവറോൾ എനിക്ക് തോന്നുന്നത് ആ ശബ്ദം കൊണ്ട് പലതും മറികടന്നു എന്നുള്ള പോലെ ഫീൽ ചെയ്തു. ആ വോയിസിന്റെ ഒരു പ്രത്യേകത കൊണ്ട് പല കാര്യങ്ങളും നമ്മള് എന്താ പറയാ, വോയിസിന്റെ ബ്യൂട്ടി അത്രയും അത്രയും രസമുള്ള ഭംഗിയുള്ള ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ പലതും നല്ല മെലഡിയസ് ആയിട്ടാണ് എന്റെ ചെവിയിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരുന്നത്. ഒരു ക്യാമോഫ്ലാഷ്. എക്സാക്ട്ലി. ഒരു പേടിയുണ്ടോ? സാധാരണ ഉള്ള ഒരു ഉന്മേഷം കാണുന്നില്ല. ഇല്ല, പുറത്തുനിന്നപ്പോ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോയി. ശരി, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ മൈഥിലിക്കുട്ടിയുടെ പെർഫോമൻസ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ, നല്ല കോസ്റ്റ്യൂം, ഒരുപാട് ഭാഗങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി കേട്ടോ. പിടിക്കുകയാണേ മൈഥിലിക്കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി, ഒരു സോഫ്റ്റ് നേച്ചേർഡ്, അതിനനുസരിച്ചൊരു ശബ്ദം. ആ ശബ്ദം ഭയങ്കര ഒരു ശരിക്കും തേന് കുടിക്കുന്ന മാതിരിയാണ് അല്ലേ? ശരിക്കും അത്രയും നല്ലൊരു ശബ്ദം. ആ ശബ്ദത്തിനനുസരിച്ച് ഒരു പാട്ടും സെലക്ട് ചെയ്തു. വളരെ മനോഹരമായിരുന്നു. കാരണം അത് കേൾക്കാൻ ഒരു സുഖമാണല്ലോ ഈ പാട്ടിൻ്റെ. എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാനുള്ള സുഖത്തിനാണ് ഈ ശബ്ദം യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ഭയങ്കര സുഖമായിരുന്നു. അതിൽ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കുറച്ച് ബ്രെത്ത്ലെസ് ആവുന്നുണ്ട് മോള്. ആ ബ്രെത്ത്ലെസ്നെസ് കളയണം. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഫിനിഷിംഗ് ലൈൻസ് ഒക്കെ, ലാൻഡിങ് നോട്ട്സ് ഒക്കെ കുറച്ചുകൂടി ഭംഗിയാക്കാൻ പറ്റും. കാരണം ഈ പൊടി സംഗതികൾ വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട് മോൾക്ക്. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഈ വോയിസിൽ ആ സംഗതികൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു സ്ട്രെങ്ത് ആണ്. ആ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തോളൂ. ബ്രെത്ത് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ഹമ്മിങ്ങിൽ മോൾക്ക് ഒരു ചെറിയൊരു സ്ലിപ്പ് വന്നിരുന്നു. ആ സ്ലിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. അതിനൊരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവാൻ. ഈ പറഞ്ഞ മാതിരി അനുപല്ലവിയിലും ചരണത്തിലും ആ ഫസ്റ്റ് ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അസലായി പാടി കേട്ടോ. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുക. മോൾക്ക് നല്ലൊരു വോയിസ് ഉണ്ട്, അട്രാക്റ്റീവ് വോയിസ്, വെരി എന്താ പറയാ, അറസ്റ്റിംഗ് വോയിസ് എന്നൊക്കെ പറയില്ലേ. ആ ശബ്ദത്തിൽ മാജിക് ഉണ്ടാക്കാൻ പറ്റും. ആ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യണം. ബ്രെത്ത്ലെസ്നെസ് കളയണം. കുറച്ചുകൂടി ആ ഫൈനസ്റ്റ് നുവാൻസസിലേക്ക് പോയി അതിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ടെത്തണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. സോ മൈഥിലിക്കുട്ടി, ഈ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസിന് മോൾക്ക് കിട്ടുന്നത് 96.75. ഈ വോയിസ് ഒന്ന് നമ്മളെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. അതെ, അടുത്ത 2 പാട്ടിനെ ഇതിലും കൂടുതൽ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. മീനുട്ടാ, എന്തോ അടുത്ത ഏത് റൗണ്ടാന്ന് പറയണം. ഓക്കെ ഓക്കെ. ഒരു തേരമായി വിളഞ്ഞിട്ട് കൈ തൊട്ടുകാതി മഴ പൊഴിഞ്ഞിട്ട് തൈ മുറ്റപ്പാവിഴം കൊണ്ടലൊക്കിട്ട് വൈ. ഒരു തേരമായി വിളഞ്ഞിട്ട് കൈ തൊട്ടുകാതി മഴ പൊഴിഞ്ഞിട്ട് തൈ മുറ്റപ്പാവിഴം കൊണ്ടലൊക്കിട്ട് വൈ. മുളനാഴിക്കൂട്ടിലെ കിളിയെവിടെ, മുയലമ്മയ്ക്കുള്ളൊരു ഉമ്മെവിടെ,
നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ക്വാർട്ടർ ഫൈനൽ വേദിയിലെ പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ദിയക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. കൊള്ളാം നല്ല രസം. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. പെർഫോമൻസിന് റെഡിയാണോ? അയ്യോ റെഡിയാ. ഷൂസ് ഒക്കെ ഇട്ട് വന്ന് കണ്ടില്ലേ? സാധനം ഇട്ടിട്ടുണ്ട്. ഷൂസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഗംഭീര സാധനം കയ്യിലുണ്ട്. പെർഫോമൻസ് ആയിരിക്കും. എന്തൊക്കെയോ തീരുമാനിച്ചിട്ടാ വന്നത്. കരുതി കൂട്ടി വന്നിരിക്കുകയാണ്. യെസ്. എന്താണ് കരുതിയത്? തെയ്യൊരു തെനവയൽ. അതല്ലേ ഞാൻ ആദ്യം പാടിയത്. അത് ശരി. ലങ്ങനെ അങ്ങനെയാണ് കണക്ഷൻ. കൊള്ളാം. ഈ പാട്ട് ഉഗ്രനാണ് കേട്ടോ. ഭയങ്കര ഇമ്പാക്റ്റും വൈബും ഒക്കെ. ഈ സ്റ്റേജ് തൂക്കാവുന്ന പാട്ടാണ് കേട്ടോ. തൂക്കോ? തൂക്കും. എക്സ്പെക്ടേഷൻസ് ആർ സോ വെരി ഹൈ. സോ ഇറ്റ്സ് ഓൾസോ ഭയങ്കര ബുദ്ധിമുട്ടാ പാടാൻ വേണ്ടി. 3 പേര് പാടിയിട്ടുള്ള പാട്ടാണ്. ബാലസുബ്രഹ്മണ്യം സാർ പാടിയിട്ടുണ്ട്, എം ജി സാർ പാടിയിട്ടുണ്ട്, സുജാത മാമും കൂടെ പാടിയിട്ടുണ്ട്. 3 കിഡിലോസ്കികൾ. 3 കിഡിലോസ്കികൾ ഒരുമിച്ച് പാടിയ പാട്ടാണ്. 3 in 1. അതാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒറ്റ കിഡിലോസ്കി നിന്ന് പാടാൻ പോകുന്നത്. ദിയക്കുട്ടി പാടാൻ പോവാണ്. പ്രേക്ഷകർ എല്ലാരും QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യാ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ സംഘഗാനം പോരട്ടെ. ഒരു തേനവയ വിളഞ്ഞിട്ട് കൈ തൊട്ടുകാത്ര മഴ പൊഴിഞ്ഞിട്ട് പൈ മുറ്റം പാവിടം കൊണ്ടാലും കിട്ട് വൈ. ഒരു തേനവയ വിളഞ്ഞിട്ട് കൈ തൊട്ടുകാത്ര മഴ പൊഴിഞ്ഞിട്ട് പൈ മുറ്റം പാവിടം കൊണ്ടാലും കിട്ട് വൈ. കൂട്ടിലെ കിളിയെ വിട് മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പ വിട് കരിഞ്ഞണ്ടിനുണ്ടായ മാല വിട് വരണുണ്ട് നല്ല കാലം. ബമ്പട്ടോടുകേ ബമ്പട്ടോടുകേ ബമ്പട്ടോടുകേ
ഇവിടെ ബമ്പാട്ട് കുടുക്കി ബമ്പാട്ട് കുടുക്കി 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 എന്ന് പറയണ കുടുകി എന്ന് പറഞ്ഞാല് കുടുകി. പെൺകുട്ടി എന്നല്ലേ? പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടിയല്ല. അതെ ആണോ? പമ്പട്ട് അതെ. കുടുക്കി. ഞാനതല്ല പറഞ്ഞേ, പിന്നെ പാട്ടിന്റെ കാര്യം പറഞ്ഞേ. ആ, പാട്ട് കലക്കിന്നായിരിക്കും ഉദ്ദേശിച്ചത് ആണോ? അല്ലേ? ഒരു ക്രാക്കർ ഓഫ് പെർഫോമൻസ് താങ്ക് യു സർ. അല്ലേ, ഒരു ഫയർ ക്രാക്കർ വരുന്നത് അല്ലേ? അതൊരു ഫയർ ബ്രാൻഡ് പെർഫോമൻസ്. യാ അടിപൊളി. കൂട്ടിലെ കിളിയെ വിട്, മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പ് വിട്, കരിഞ്ഞണ്ടിനുണ്ടായ മാല വിട്, വരണുണ്ട് നല്ല കാലം. ബമ്പട്ടോടുകി, ബമ്പട്ടോടുകി, ബമ്പട്ടോടുകി. താങ്ക് യു സർ. മൊത്തം തീപ്പൊരിയായിരുന്നു. താങ്ക് യു സർ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു തീരുമാനം എടുത്തിട്ട് വന്നല്ലോ പറഞ്ഞു. ശരിക്കും അത് ഷൂസ് ഇട്ടാ അറിയാം. ആ, തീരുമാനം എടുത്തു. അതില് പിന്നെ ഒന്നും സംശയമില്ല. അത് ഭയങ്കര തീരുമാനമായിപ്പോയി കേട്ടോ. ആഹാ, ആ രണ്ടാമത്തെ ചരണം പാടിയില്ലേ, ഓ, ആ ഹൈ നോട്ട്സ് ഒക്കെ എത്ര ഈസി ആയിട്ടാണ് അല്ലേ? ഓ, അത് മാത്രമല്ല 3-4 സിംഗേഴ്സ് പാടിയ പാട്ടായി 3 പാടുന്നത്. സിംഗേഴ്സ് പാടിയത്. അതെ, ബ്രെത്ത് മാനേജ്മെന്റ് അസലായി ചെയ്തു. അത് യെസ്. ബ്യൂട്ടിഫുൾ മാനേജ്മെന്റ്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ പാട്ടുകാർ പാടുന്ന പാട്ടിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് അത് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്ന നേരത്തെ കുസുമാവദന മോഹസുന്ദര, പിന്നെ ഹരിഹരൻ സാറും ചിത്ര ചേച്ചിയും പാടിയത് ഒന്നിച്ച് ഒറ്റയ്ക്കുള്ള പാട്ടൊന്നും ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ആ എപ്പോഴും ആടി പൊളി കേട്ടോ. താങ്ക് യു സർ. പനിനീർ പുഴയും നീയും പാടിയ പല്ലവിയൊന്നല്ലേ, പകമാഴുമ്പോൾ പറയാനുള്ളത് ആദി മറന്നില്ല. ഇതെന്ന് വെച്ചാൽ ഈ പല്ലവിയില് നമ്മളിപ്പോ കാണുകയാണ്, ഇപ്പൊ മെലഡി നമുക്ക് ഭക്ഷണം എന്ന് കണ്ടാൽ ഋതം ഓക്സിജനാണ്. ആ പക്ഷെ ചരണത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ് അല്ലെ? അവിടെ ഋതം എന്ന് പറയുന്നത് ഭക്ഷണം, ആയിരിക്കുമല്ലോ, മെലഡി ഓക്സിജൻ. സംശയമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. ആ കോമ്പോസിഷന്റെ ബ്രില്യൻസ് അതാണ്. അത് അപ്പോൾ ഒരു കാമ്പോജി സ്റ്റൈൽ ഒരു പരിപാടിയാണ് നമ്മുടെ അനുപല്ലവിയിലുള്ളത്. അപ്പൊ അത് ആ സെക്കൻഡ് ചരണത്തിന്റെ ആ നോട്ട്സിലെ ഒന്നുകൂടെ പാടിക്കേപ്പിച്ചാൽ ഗംഭീരമായനെ. നമുക്ക് സന്തോഷവുമായ ഈ കരതലങ്ങളിൽ വീണുറങ്ങുമെൻ കനകശില്പമല്ലേ, പൊൻപുലരി വന്നു കണിവെക്കുവോളം ഒരു മധുര നിദ്രയല്ലേ. കരതലങ്ങളിൽ വീണുറങ്ങുമെൻ കനകശില്പമല്ലേ. ഞാൻ നിൽക്കണ പോണ അതരം കൊണ്ടിന്നു തേനൂട്ട്, ഹൃദയം കൊണ്ടിന്നു താരാട്ട്, മണിദീപങ്ങൾക്കു മിഴി നൽകി മറയുന്നു താരകൾ. ബമ്പട്ടോടുകി, ബമ്പട്ടോടുകി. ഒരു ഹൈലി പ്രൊഫഷണൽ സിംഗിങ്, ബ്യൂട്ടിഫുൾ. അത് ആ നോട്ട്സിനെ ഒന്നും പിടിച്ചെടുക്കുന്നില്ല, അല്ലല്ല, അത് നാച്ചുറൽ ആയിട്ട് കൂടെ വരികയാണ്. comes. ആ നോട്ട്സ് ശരിക്ക് ദിയക്കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പൊ അവരിങ്ങനെ പറന്ന് ദിയക്കുട്ടി എടുത്തു എന്റെ കൂടെ ഇരിക്കട്ടെ ദിയക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ആ നോട്ട്സ് ഒക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ബട്ടർഫ്ലൈസ് പോലെ ഉണ്ട് ആ നോട്ട്സ് കേട്ടോ. അത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗ്രാബ് ദം ആൻഡ് യു ഡിഡ് ഇറ്റ്. ഇതൊരു സ്റ്റേർലിംഗ് പെർഫോമൻസ്, ബ്യൂട്ടിഫുൾ. അതുക്ക് മേലെ ഒന്നും சொல்ல വേണ്ട. That's done. ഒരുപാട് എക്സ്ട്രോണറി പെർഫോമൻസസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് എ പെർഫോമൻസ് ഓഫ് എ ഡിഫറെന്റ് കൈൻഡ്. Yes. അതാണ് കേട്ടോ. ഇതിൽ രണ്ടും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്നുണ്ട്. മെലഡി ആൻഡ് ഋതം ആൻഡ് മെലഡി, അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്രോസ് ഓവർ, അതൊക്കെ നമ്മുടെ കുഞ്ഞിന് കറക്റ്റ് ആയിട്ട് അറിയാൻ കേട്ടോ. മാത്രല്ല അത് ലൈവില് ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ഡിഫിക്കൽട്ടാന്ന് അറിയാം. മിനിമം 2 പേരില്ലാതെ ഇത് പാടാൻ പറ്റില്ല. ഈ പാട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആ ഋതം വരുന്നുണ്ട്, മെലഡി വരുന്നുണ്ട്, അതിന്റെ സ്വിച്ചസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് കറക്റ്റ് ആ പാട്ടിന് കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞു പാടാൻ വേണ്ടിയിട്ട് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അത്രയും ഡിഫിക്കൽട്ട്. അത് ഞാനൊരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിരുന്നു ദിയക്ക്. അത് എന്താന്ന് പറഞ്ഞുതരാം. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഇപ്പൊ തരുന്നില്ല, ഞാൻ റൈറ്റ് ടൈമിന് തരുന്നത്. ഇറ്റ്സ് എ യൂക്കലേലി. അപ്പൊ അത് വായിച്ച് പഠിക്കാല്ലോ. യെസ്, മാത്രമല്ല ഷീ ഡിസേർവ്സ് ഇറ്റ്. അത് വായിച്ച് പാടുന്നത് നമുക്ക് കാണാം. മാത്രമല്ല എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, സംഘഗാനം ഒറ്റയ്ക്ക് പാടണമെങ്കിൽ സമീപിക്കുക പിന്നെ അത് മാത്രല്ല ഫ്ലോ ഓഫ് പെർഫോമൻസ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്സ് ഒക്കെ ഇറ്റ്സ് ഫ്ലുവന്റ്. അടിച്ചു പൊളിച്ചു. ക്വാർട്ടർ ഫൈനലിലത്തെ ഫസ്റ്റ് പെർഫോമൻസ്
തകർത്തു നമ്മുടെ ദിയക്കുട്ടി. ക്വാർട്ടർ ഫൈനൽസിൽ നമ്മൾ 100 കൊടുക്കുമോ? പാടാണ് കിട്ടാൻ. ഒരു 95, 96. അവിടുന്ന് തുടങ്ങിയുള്ളൂ. ഒരു കണക്കൊക്കെ എടുത്താൽ എത്ര കിട്ടും? 99. ഉണ്ണിയണ്ണ തീരുമാനിക്കൂ. 100 out of 100. I think we can give stars as well. That you can decide. ഒരു 2 സ്റ്റാർ കൂടെ. Yes. Yeah. So it's 100 plus 2 stars for Yes. Diyakutti today. പോരട്ടെ, അങ്ങനെ ഒരു മധുരം മഴ. Thank you. പനിനീർ പുഴയും നീയും പാടിയ പല്ലവിയും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് നമ്മുടെ ദിയക്കുട്ടി. അപ്പൊ MJ നമുക്ക് 2 ഗിഫ്റ്റ് ഉണ്ട്. ആദ്യത്തത് പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. രണ്ടാമത് ദിയക്കുട്ടിക്ക് ഒരു ഉടുപ്പ്, കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ്. നമ്മുടെ ടോപ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ദിയക്കുട്ടിക്ക്? അതെനിക്കൊരു സന്തോഷവാർത്ത പറയാനുണ്ട്. ഇവിടെ ഫ്ലൂട്ട് വായിക്കുന്ന ഹരിപ്രസാദ് അങ്കിളില്ലേ, അങ്കിളൊരു ബാൻഡ് തുടങ്ങുന്നുണ്ട്. ബാൻഡിന്റെ പേര് ബാംബു ബോട്ട് എന്നാണ്. അപ്പൊ അതിലൊരു വോക്കലിസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഓ ശരി ശരി. അപ്പൊ ഓഗസ്റ്റ് 29-നാണ് അതിന്റെ ലോഞ്ചിങ്. അടിപൊളി. ടോപ്പ് സിംഗറിൽ വന്നിട്ട് എനിക്കത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അടിപൊളി അടിപൊളി. Good. Best of luck. മിടുക്കി. All the best. ഇതുപോലെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഇനി കേട്ടായിരിക്കുന്നു. ഇത് തുടക്കല്ലേ? Yes. You will be a star one day. അപ്പൊ ദിയക്കുട്ട ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ആര്യ ചേച്ചി, MJ അങ്കിൾ, താങ്ക് യു സോ മച്ച്. Thank you മീനുട്ട. താങ്ക് യു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഇപ്പൊ ഈ വേദിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടിപ്പാട്ടുകാരും ഇങ്ങനെ തകർത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് അതൊക്കെ കാണാനും കേൾക്കാനും ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തായാലും ഇതുപോലൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ ഇതേ സമയം വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.